MC റോഡിലാണ് കോട്ടയം നാട്ടകത്ത് ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് ദാരുണാന്ത്യമെന്ന വാർത്ത വരുന്നത്. തൊടുപുഴ സ്വദേശി സനുഷാണ് മരിച്ചവരിൽ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. 3 പേർക്കാണ് ഗുരുതരമായ പരിക്ക്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ടോബി, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നില്ല. ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ്? പരിക്കേറ്റവരുടെ ആരോഗ്യനില എത്രമാത്രം ഗുരുതരമാണ് ടോബി? അശ്മി, തീർച്ചയായിട്ടും ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. കാരണം 2 പേർക്കാണ് ഈ പുലർച്ചെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കോട്ടയം നാട്ടകം പോളിടെക്നിക്കിന് സമീപമുള്ള MC റോഡിലാണ് ഈ ഒരു അപകടമുണ്ടായത്. രാവിലെ ഏകദേശം 2:30 ഒരു ജീപ്പും അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന കണ്ടെയ്നർ ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ ഈ ജീപ്പിലുണ്ടായിരുന്ന 2 പേരാണ് മരിച്ചത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിലൊന്ന് ഈ വാഹനം ഓടിച്ച തൊടുപുഴ സ്വദേശിയായിട്ടുള്ള സനുഷ് ആണ്. രണ്ടാമത്തെ ആൾ ആരാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. തമിഴ്നാട് സ്വദേശിയാണെന്നുള്ളൊരു സൂചനയുണ്ട്. ബാക്കി 3 പേർ കൂടി ആ ജീപ്പിലുണ്ടായിരുന്നു. അവർക്കും പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. അയാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഈ 3 പേരെയും. എന്തായാലും ഇന്ന് പുലർച്ചെ 2:30 എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച ഒരു വ്യക്തതയില്ല. നിയന്ത്രണം വിട്ട ജീപ്പ് നേരെ എതിർവശത്ത് നിന്നും, അതായത് ബാംഗ്ലൂരിൽ നിന്നും വന്ന കണ്ടെയ്നർ ലോറിയാണ്, ആ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ചിങ്ങവനം പോലീസ് എത്തി ഈ വാഹനം ജീപ്പ് ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ഈ അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അതിനുശേഷമാണ് ഈ മൃതദേഹങ്ങളും അതുപോലെ തന്നെ പരിക്കേറ്റവരെയും അവിടേക്ക് കൊണ്ടുപോയത്. ഈ വാഹനത്തിൽ ഒരു ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഈ ജീപ്പിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇവിടെയുണ്ട്. നാഗരാജു എന്നാണ് പേര്. അദ്ദേഹം കർണാടക സ്വദേശിയാണ്. ಆಚೆಯಿಂದ ಬರುವಾಗ ಆಚೆಯಿಂದ ಬಂದು ಅವರು ಕಾರನ್ನು ಹೊಡೆದಿದ್ದು. ಸೋದಯ ನಾವು ಇಲ್ಲಿ ಕೊಟ್ಟಾಯಮ್ಮಗೆ ಹೋಗ್ತಾ ಇರೋದು ಬ್ರಾಂಚ್ಗೆ VRL. ರಾತ್ರಿ ನನ್ನ ಸೈಡಲ್ಲಿ ಲೆಫ್ಟಿಂದ ಬರ್ತಾ ಇದ್ದೆ, ಆ ಸೈಡಿಂದ ಅವರು ಜಾಸ್ತಿ ಸ್ಪೀಡ್ ಬಂದು ಟಚ್ ಮಾಡಿದ್ದಾರೆ. ನಾನು ಒಬ್ಬನೇ ಡ್ರೈವರ್. രാവിലെ നിയന്ത്രണം വിട്ട്, അതായത് അതിവേഗത്തിൽ വന്ന് ഈ ലോറിക്ക് മുന്നിലേക്ക് വന്ന് ആ ജീപ്പ് ഇടിക്കുകയായിരുന്നു എന്നാണ് ആ ഡ്രൈവറായിട്ടുള്ള നാഗരാജവും പറയുന്നത്. എന്തായാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. 3 പേർ ചികിത്സയിലാണ്. ഗുരുതരമായിട്ട് ഒരാൾക്ക് കോട്ടയത്തെ MC റോഡിൽ നാട്ടകത്ത് വാഹനാപകടം ഉണ്ടായി. ജീപ്പും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. ഒരാൾ മരിച്ചു 2 പേർ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്.